ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ നിലപാടിനെ പരിഹസിച്ചെഴുത്തുകാരൻ ടി പത്മനാഭൻ. മന്ത്രിയുടേത് നിഷ്കളങ്കമായ സത്യപ്രസ്താവനയെന്നും തിമിംഗലങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോഴും ഇരുട്ടിലാണെന്നും ടി പത്മനാഭൻ പറഞ്ഞു. അതിന്റെ റിപ്പോർട്ടാവട്ടെ 4.5 കൊല്ലം എവിടെയോ കിടക്കുന്നു. നമ്മുടെ സാംസ്കാരിക മന്ത്രി പറഞ്ഞത് ഞാനത് കണ്ടിട്ടേ ഇല്ല, വായിച്ചിട്ടില്ല, തുറന്നു നോക്കിയിട്ടില്ല. എന്തൊരു നിഷ്കളങ്കമായ ഒരു സത്യപ്രസ്താവനയാണത്. ഇതിൽ പലരെയും എനിക്കറിയാം, പലരും എൻ്റെ പരിചയക്കാരും സുഹൃത്തുക്കളുമാണ്. ഇത് സംഭവിച്ചു കഴിഞ്ഞു. പിന്നെ സംഭവിക്കാൻ പാടില്ലാത്ത ആ ചെയ്തികളുടെ ഒരു പരമ്പരയാണ് ഇവിടെ ഉണ്ടാകുന്നത്. അവസാനം വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് പേജുകൾ, അപ്പോൾ തന്നെ ആദ്യത്തെ കുറെ പേജുകൾ ഇപ്പോഴും ഇരുട്ടിലാണ്. അതിലാണ് ഏറ്റവും വലിയ തിമിംഗലങ്ങളെ കുറിച്ചുള്ള പ്രസ്താവനയുള്ളത്. അതിപ്പോഴും ഇരുട്ടിലാണ്. നിതിൻ അംബുജൻ വിവരങ്ങളുമായി. നിതിൻ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ ടി പത്മനാഭൻ ഉന്നയിച്ചിട്ടുള്ളത്. എവിടെയായിരുന്നു ഈ വിമർശനം? അനുജ, എറണാകുളം DCC സംഘടിപ്പിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വെള്ളിത്തിരയിലെ വിലാപങ്ങൾ എന്ന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടാണ് ടി പത്മനാഭൻ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഹേമ കമ്മീഷൻ എന്നത് പകരം ഹേമ കമ്മിറ്റി എന്നാക്കിയത് തന്നെ ഒരു ആദ്യ പാപം അന്നേ സംഭവിച്ചു എന്നാണ് അദ്ദേഹം വിമർശിച്ചിരിക്കുന്നത്. അതോടൊപ്പം സർക്കാർ ഈ റിപ്പോർട്ട് 4.5 വർഷം അത് പുറം ലോകം എത്തിക്കാതെ 4 വർഷം തന്നെ അടയിരുന്നതും അതിനും ഒരു വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും ഇരയോടൊപ്പം ഇന്ന് സർക്കാർ പറയെങ്കിലും പക്ഷെ അങ്ങനെയല്ല ഇപ്പോഴത്തെ സാഹചര്യം എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, പല തിമിംഗലങ്ങളുടെ പേരുകളും ഇപ്പോൾ ഇരുട്ടിലാണ്. പല കടലാസുകളും ഒഴിവാക്കിയാണ് ഇപ്പോൾ ചില കടലാസുകൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ തന്നെ പല ബിംബങ്ങളും ഇപ്പോൾ പല ബിംബങ്ങളുടെയും പേരുകൾ പുറത്തു വന്നിട്ടുണ്ട്. അവരുടെ എല്ലാം തന്നെ ആ ഒരു സാഹചര്യത്തിൽ വലിയ വിമർശനമാണ് ഇപ്പോൾ ടി പത്മനാഭൻ ഉന്നയിച്ചിരിക്കുന്നത്. മാത്രമല്ല, സാംസ്കാരിക മന്ത്രിക്കും ഇതിലൊരു പരിഹാസം ഇപ്പോൾ ടി പത്മനാഭന്റെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നുണ്ട്. സാംസ്കാരിക മന്ത്രിയുടെ പ്രസ്താവന നിഷ്കളങ്കമായ സത്യപ്രസ്താവന എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പഠിച്ചില്ലെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവനയാണ് ടി പത്മനാഭൻ വിമർശിച്ചിരിക്കുന്നത്. എന്തായാലും ശക്തമായ ഭാഷയിൽ തന്നെയാണ് സർക്കാരിന്റെ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4 വർഷം പുറത്തുവിടാതെ തീരുമാനത്തെ ടി പത്മനാഭൻ വിമർശിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വെള്ളിത്തിരയിലെ സൂപ്പർ താരങ്ങളെല്ലാം തന്നെ പല താരങ്ങളുടെ പേരുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കൂടുതൽ പേരുകൾ പുറത്തു വരേണ്ടത് ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ ഇതിൽ പല കടലാസുകളും ഒഴിവാക്കി വിവരാവകാശ കമ്മീഷന്റെ ഇടപെടലിനെ തുടർന്ന് പുറത്തുവിട്ടതിനെയും ഇപ്പോൾ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് ടി പത്മനാഭൻ. എന്തായാലും ഇപ്പോൾ പരിപാടി അവസാനിച്ചിട്ടുണ്ട്. ശക്തമായ ഭാഷയിലാണ് പ്രഭാഷണത്തിനിടെ സർക്കാരിന്റെ നിലപാടിനെയും അതോടൊപ്പം തന്നെ ഇരയ്ക്കൊപ്പം എന്ന് പറയുന്ന സർക്കാരും അതോടൊപ്പം എന്നാൽ വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്ന സർക്കാരിന്റെ നിലപാടിനെ ടി പത്മനാഭൻ രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലാണ് സർക്കാരിനും ഒപ്പം തന്നെ സാംസ്കാരിക മന്ത്രിക്കും രൂക്ഷ വിമർശനവുമായി ടി പത്മനാഭൻ രംഗത്തെത്തിയത്.